ഹോർമൂസ് തുറന്നില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ പോകാൻ പറ്റത്തില്ല എന്നാണ് ട്രംപിന്റെ പുതിയ ഭീഷണി. ആരോട്? ഇപ്പോ സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ചർച്ചയ്ക്ക് വന്നിട്ടുള്ള ഇറാൻ പ്രതിനിധികൾക്ക് വീട്ടിൽ പോകാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇസ്രായേൽ ലെബനോനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അറ്റാക്ക്, അതായത് എല്ലാ ഫ്രണ്ടിൽ നിന്നുള്ള അറ്റാക്കുകൾ പെട്ടെന്ന് തന്നെ നിർത്തിവെക്കുക എന്നുള്ളതാണല്ലോ ആ കരാറിലെ MOUയിലെ ആദ്യത്തെ പോയിന്റുകളിലൊന്ന്. അത് നടപ്പിലാക്കാൻ അമേരിക്കക്ക് പറ്റാത്തത് കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന IRGC അതിലൂടെയുള്ള പോകുന്ന എല്ലാ വെസലുകൾക്കും ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അനുമതി ഇല്ലാതെ പോകാൻ പറ്റൂല എന്ന്. അതായത് ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലോക്കേഡ് പോലെ തന്നെ സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ ആ ഒരു സാഹചര്യത്തിലാണ് ട്രംപിന്റെ പുതിയ ഭീഷണി വന്നിരിക്കുന്നത്. അത് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പുതിയ ഭീഷണി വന്നിരിക്കുന്നത് ഈ പ്രതിനിധികൾക്കൊന്നും വീട്ടിൽ പോകാൻ പറ്റത്തില്ല നിങ്ങൾ തുറന്നില്ലെങ്കിൽ എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഒന്നും ഭീഷണിയുടെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇസ്രായേലിനോട് പറഞ്ഞാ പോരെ, നിങ്ങൾ നിർത്തി നിങ്ങൾ അതിർത്തിയിലോട്ട് നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഒരു പ്രശ്നവുമില്ല, അത് പറയത്തില്ല. പകരം JD വാൻസ് ഒക്കെ വന്നിട്ട് വലിയ വായില് വർത്താനം പറയും. എന്ത് ഞങ്ങളുടെ പൗരന്മാർ കൊടുക്കുന്ന ടാക്സിന്റെ മൂന്നിൽ രണ്ട് ഭാഗം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ആയുധങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത്, നിങ്ങളെ ഇത്രയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു പ്രസിഡന്റ് ഇല്ല എന്നുള്ള നിലയ്ക്കൊക്കെ JD വാൻസ് പറയുമെങ്കിലും നോ രക്ഷ. ഇസ്രായേലും ബെഞ്ചമിന്റെ തന്നെ ആവും ബെൻഗവീറൊക്കെ അവര് വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ റൺ ചെയ്യുള്ളൂ എന്നുള്ള അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. എനിവേ അവർ തമ്മിൽ ഒരു സീസ് ഫയറിലേക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇസ്രായേലിലായതുകൊണ്ട് തന്നെ വിശ്വസിക്കാനും പറ്റത്തില്ല. അടുത്ത വേറൊരു ഭീഷണിയും കൂടെ ഉണ്ട്. അതായത് കഴിഞ്ഞ ദിവസം വന്ന വാർത്തയിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഇറാൻ ചെലവും കൊടുത്ത് വളർത്തുന്ന ഇറാന്റെ പ്രോക്സി സംഘടനകൾ. അതായത് ഈ പറയുന്ന ഇറാഖിലും അതേപോലെ തന്നെ സിറിയയിലൊക്കെയുള്ള ഇറാൻ ആയുധങ്ങളും പണവും ബലവും നൽകി വളർത്തിയിട്ടുള്ള ഇത്തരം പ്രോക്സി സംഘടനകള് ഈ ലെബനോനിലുള്ള ഹിസ്ബുള്ളന്റെ കൂടെ ചേർന്നിട്ട് ഇസ്രായേലിനെതിരെ പോരാടും എന്നുള്ള കാര്യം കൂടെ ഇപ്പോ വന്നിട്ടുണ്ട്. അപ്പോ അങ്ങനെ നിങ്ങൾ ഹൈപെയ്ഡ് കൊടുത്ത്, നിങ്ങൾ ഹൈലി പേ ചെയ്ത് നിങ്ങൾ വളർത്തിയിരിക്കുന്ന ആ പ്രോക്സികളോട് ഈ പരിപാടിക്ക് ഇറങ്ങരുത്, അതിനു വേണ്ടി നിങ്ങൾ വെള്ളം തിളപ്പിക്കണ്ട എന്നുള്ളൊരു ഭീഷണി കൂടെ ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ജോയിനിങ്ങിന്റെ ഫലമാണോ എന്ന് അറിയില്ല. ഗസയിൽ കൂട്ടക്കുരുത്തി നടന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഗസയിൽ കൂട്ടക്കുരുത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ടീമുകളുടെ കാര്യത്തിൽ ഇപ്പൊ തീരുമാനമായിട്ടുണ്ട്. എല്ലാവരും തീർന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ JD വാൻസ് ഇപ്പൊ ഓൾറെഡി ഈ സ്വിറ്റ്സർലാൻഡിലുണ്ട്, ഖത്തറിന്റെ പ്രതിനിധികളും പാകിസ്ഥാന്റെ പ്രതിനിധികളും ഉണ്ട്. അപ്പൊ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോ ഒരു ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ JD വാൻസ് ഉള്ള അതേ റൂമിൽ തന്നെ ഇറാന്റെ പ്രതിനിധികളെയും കാണാം. അതായത് ടോക്കനല്ല, അതിന്റെ ഇടയ്ക്കുള്ള ഒരു ടൈമിനാണ് ഇതേപോലെ ഫേസ് ടു ഫേസ് വന്നിരിക്കുന്നത്. അതിന്റെ വീഡിയോകളൊക്കെ ഇപ്പോ ട്വിറ്ററിൽ നന്നായിട്ട് ട്രാക്ഷൻ കിട്ടി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്ന സ്ഥലത്താണ് ഇപ്പൊ ഇങ്ങനെ കാര്യം പറഞ്ഞേക്കുന്നത്. മാത്രമല്ല ഹോർമൂസ് അടക്കുന്നത് മാത്രമല്ല ട്രംപിനെ പ്രേരിപ്പിച്ചേക്കുന്നത്, പകരം ഈ ഇറാന്റെ മിസൈലുകളുടെ കാര്യത്തിലും അതേപോലെ തന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ കാര്യത്തിലും വന്നിട്ടില്ല, ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അവിടെ കഴിഞ്ഞ ദിവസം മസൂദ് പെഷസ്ക്യാന്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ അടക്കം ഷെയർ ചെയ്തുകൊണ്ട് ട്രംപ് ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. മസൂദ് പെഷസ്ക്യാൻ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യുറേനിയൻ സമ്പുഷ്ടീകരിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്, പക്ഷേ ഞങ്ങൾ അണുവായുധം നിർമ്മിക്കില്ല എന്നുള്ളത് ഞങ്ങൾ എവിടെ വേണമെങ്കിലും എഴുതി ഒപ്പിട്ട് തരാം, അത് ഞങ്ങളുടെ ആദ്യത്തെ നിലപാടാണെന്നുള്ളത് മസൂദ് പെഷസ്കിയാൻ, അതായത് ഈ ഇറാന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അത് റീട്വീറ്റ് ചെയ്തുകൊണ്ട് ട്രംപ് ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൈനലി അവർ അങ്ങനെ വന്നിട്ടുണ്ട്, ഇത് നല്ലൊരു സൈൻ ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം ട്രംപ് ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വീണ്ടും അൺപ്രഡിക്റ്റബിലിറ്റി ഈ പറയുന്ന ട്രംപ് മുന്നോട്ട് വെക്കുകയാണ് ഭീഷണിയും കൊണ്ട്. പക്ഷെ ഭീഷണി കൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തീർച്ചയാണ്. മാത്രമല്ല ഇസ്രായേൽ നടന്നിട്ടുള്ള ഇപ്പോഴത്തെ സർവേ പ്രകാരം ഇസ്രായേലിന്റെ പറയുന്നത് ഇറാൻ ഈ യുദ്ധത്തിൽ ജയിച്ചു, ഇസ്രായേലും അമേരിക്കയും തോറ്റു തന്നെയാണെന്നുള്ളതാണ്. അപ്പോ ഈ ജനീവയില് സ്വിറ്റ്സർലൻഡില് ഇപ്പൊ ഇവരുടെ കരാറും അതേപോലെ തന്നെ ടോക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ടോക്ക് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ടോക്കിന് ശേഷം ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഗ്രൂപ്പ് ഫോട്ടോ ഒന്നും വന്നിട്ടില്ല. ഇറാൻ പ്രതിനിധികള് അതിന് സമ്മതിച്ചിട്ടില്ല എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇപ്പൊ എനിവേ ഖത്തറിന്റെയും പാകിസ്ഥാന്റെയും ആഭിമുഖ്യത്തിൽ 2 റൂമിൽ ഇരുന്നിട്ട് ബൈലാറ്ററൽ ടോക്ക് ആണെന്നുണ്ടെങ്കിൽ കൂടെ ഈ ചർച്ച ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു.
ആ ചർച്ചയെ ഇനി ഇസ്രായേൽ എങ്ങനെ തുരങ്കം വെക്കുന്നു എന്നുള്ളതും കൂടിയാണ് ഇനിയിപ്പോ നോക്കി കാണാനുള്ളത്.